സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ യൂദാസ്ലീഹയുടെ നൊവേനയുടെ 2-ാം ദിവസത്തെ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ 2-ാം ദിവസം നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ നന്നായി ഒരുങ്ങി കുംസാരിക്കുക എന്ന ഒരു കാര്യം ചെയ്യാൻ പ്രത്യേകം മറക്കാതിരിക്കുക. ചൊവ്വാഴ്ചകളിൽ കുംസാരിക്കുന്നത് നമുക്ക് വളരെ അത്യന്താപേക്ഷിതമായ ഒരു ദിവസമാണ്. അതുകൊണ്ട് നമ്മൾ നന്നായി ഒരുങ്ങി കുംസാരിക്കുക. നമുക്ക് ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള കൊച്ചു കൊച്ചു തെറ്റുകൾ വരെ നമ്മൾ ഏറ്റുപറഞ്ഞ് കുംസാരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ നിയോഗത്തിൻ്റെ കാര്യം ഓർമ്മിക്കുക. പ്രത്യേകമായിട്ട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്നവരെ അനുസ്മരിക്കുക. അതുപോലെ തന്നെ ശുദ്ധീകരണ സ്ഥലത്തുള്ള ആത്മാക്കളെ അനുസ്മരിക്കുക. അവരെല്ലാം അനുസ്മരിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ആദ്യം തന്നെ പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളായി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ 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 ശല 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 ശല. കർത്താവായ യേശുവേ, ഇന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ വ്യക്തികളെയും അനുഗ്രഹിക്കണമേ. അവരുടെ നിയോഗങ്ങൾ സാധിച്ചു തരണമേ. വളരെ പ്രത്യേകമായി വിശുദ്ധ യൂദാസ്ലീഹയുടെ മാധ്യസ്ഥം ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധ യൂദാസ്ലീഹയെ ഞങ്ങളോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമേ എന്ന് ഈ സമയം ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വളരെ പ്രത്യേകമായിട്ട് യൂദാസ്ലീഹയുടെ ഈ സാന്നിധ്യം നമുക്ക് അനുസ്മരിച്ചുകൊണ്ട് നമുക്ക് പ്രത്യേകമായിട്ട് ഈ സമയം പ്രാർത്ഥിക്കാം. ഓരോ പ്രാർത്ഥനയും മറുപടിയായിട്ട് കർത്താവേ, പ്രാർത്ഥന കേൾക്കണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. സ്നേഹപിതാവായ ദൈവമേ, ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ വ്യക്തികളുടെ നിയോഗങ്ങൾ സാധിച്ചു തരണമേ എന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം കണ്ണുകളടച്ച് നമുക്ക് നിയോഗം ഒരിക്കൽ കൂടി ഓർമ്മിക്കുക. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവായ യേശുവേ, വളരെ പ്രത്യേകമായി തിരുസഭയുടെ തലവനായ എല്ലാ പാപ്പായെയും റാഫായും പോലീതായെയും എല്ലാ മത്രന്മാരെയും അനുഗ്രഹിക്കണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവെ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സുവിശേഷ പ്രഘോഷണം ചെയ്യുന്ന എല്ലാ വ്യക്തികളെയും അങ്ങയുടെ കാര്യങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവായ ഈശോയെ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും, എല്ലാ മിഷണറിമാരെ അനുഗ്രഹിക്കണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവായ യേശുവേ, വളരെ പ്രത്യേകമായി അനാഥരായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ പ്രത്യേകമായിട്ട് എടുത്ത് ശുശ്രൂഷിക്കുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വളരെ പ്രത്യേകമായി വീട്ടിൽ നിന്ന് ആദ്യമായി മാറി നിൽക്കുന്ന കുഞ്ഞുങ്ങൾ, ജോലിയില്ലാതെ വലയുന്ന കുഞ്ഞുങ്ങൾ, അതുപോലെ തന്നെ വിവിധതരം വ്യത്യസ്തമായ കഴിവുകളുമായി ഡിഫറൻലിയബിളായ കുഞ്ഞുങ്ങൾ, ഇവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ നോക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരെല്ലാം അനുഗ്രഹിക്കണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവെ, ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഇന്നത്തെ ഈ ശുശ്രൂഷ, ഈ 2-ാമത്തെ ഈ ദിവസത്തെ ഈ ശുശ്രൂഷ ശിശുക്കൾക്ക് വേണ്ടിയാണ് ഈശോ ആഗ്രഹിക്കുന്നതെന്ന് വ്യക്തമാക്കി തരികയാണ്. അതുകൊണ്ട് തന്നെ ഈ ശിശുക്കൾക്ക് വേണ്ടി കുഞ്ഞുങ്ങളുമായിട്ട് നിങ്ങൾ കൂടുതൽ സമയം ചിലവഴിക്കുക. കുഞ്ഞുങ്ങളുടെ കൂടെ ആയിരിക്കുക. അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക. ഒരു കുഞ്ഞിനെങ്കിലും സന്തോഷം കൊടുക്കുക. അപ്പം നമുക്കിന്ന് സുവിശേഷം വായിക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവും. മാർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 13 തിരുവചനങ്ങൾ. അവൻ തൊട്ട് അനുഗ്രഹിക്കുന്നതിന് വേണ്ടി ശിശുക്കളെ അവൻ്റെ അടുക്കൽ അവർ കൊണ്ടുവന്നു. ശിഷ്യന്മാരാകട്ടെ അവരെ ശകാരിച്ചു. ഇത് കേട്ടപ്പോൾ യേശു കോപിച്ച് അവരോട് പറഞ്ഞു, ശിശുക്കൾ എൻ്റെ അടുത്ത് വരാൻ അനുവദിക്കുവാൻ, അവരെ തടയരുത്. എന്തെന്നാൽ ദൈവരാജ്യം അവരെ പോലെയുള്ളവരുടേതാണ്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്ത ആരും അതിൽ പ്രവേശിക്കുകയില്ല. അവൻ ശിശുക്കളെ എടുത്ത് അവരുടെ മേൽ കൈകൾ വെച്ച് അനുഗ്രഹിച്ചു. അപ്പോൾ കർത്താവ്, നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ മനസ്സിലാവും, ശിശുക്കൾക്ക് വേണ്ടിയാണ് ഇന്നത്തെ ഈ ശുശ്രൂഷ നമ്മൾ പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നത്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ കൂടെ നിങ്ങൾ ഈ ശുശ്രൂഷ പങ്കെടുക്കുകയാണെങ്കിൽ പ്രത്യേകമായിട്ട് ഈ സമയം അവരെ വിളിച്ച് അവരുടെ തലയെ കൈവച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ല ഒരു അനുഭവമായിരിക്കും. അതുപോലെ തന്നെ അവരുടെ ആഗ്രഹങ്ങൾ എന്താണെന്നൊക്കെ ചോദിക്കുക. അത് സാധിച്ചു കൊടുക്കാൻ പ്രത്യേകമായിട്ട് പരിശ്രമിക്കുക. പിന്നെ കുഞ്ഞുങ്ങൾക്ക് എപ്പോഴെപ്പോഴും പഠിക്കുന്നത് പറയാതെ അവരുടെ കൂടെ ആയിരിക്കുക. നമ്മളൊരു പുസ്തകം വായിച്ചുകൊണ്ട് അവരുടെ കൂടെ ആയിരിക്കുക. അവർ പഠിക്കുമ്പോൾ നമ്മൾ സഹിക്കണം. അവർ പഠിക്കുമ്പോൾ നമ്മൾ മൊബൈൽ കണ്ടുകൊണ്ടിരിക്കാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മിക്കുക. അവരുടെ കൂടെ ഇരിക്കുക. കൂടെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അത് അവർക്കൊരു ടച്ചിങ് ആയിട്ട് അവർക്ക് ബോറടിപ്പിക്കുന്ന രീതിയിൽ, ഭാരം കൊടുക്കുന്ന രീതിയിലാവരുത്. മറിച്ച് വളരെ ശാന്തമായ രീതിയിലാകാൻ പ്രത്യേകമായിട്ട് പരിശ്രമിക്കുക. അത് നമുക്ക് വലിയൊരു അഭിഷേകമായിരിക്കും. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ യേശുവേ, ഇന്ന് ഞങ്ങൾ 2-ാം ദിവസം ഒരിക്കൽ കൂടി ഞങ്ങളുടെ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകമായിട്ട് കുഞ്ഞുങ്ങൾക്ക് എല്ലാത്തർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. കർത്താവേ, അപ്രകാരമുള്ള മാതാപിതാക്കളെയും ഞങ്ങൾ ഓർക്കണമേ. ഞങ്ങൾ അനുസ്മരിക്കുകയാണ്. എൻ്റെ ഓർമ്മയിലുള്ളവരെ ഞാൻ ഓർക്കുന്നു. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. യേശുപിതാവിൻ്റെ മാധ്യസ്ഥം നമ്മൾ അപേക്ഷിക്കുന്നു. യൂദാസ്ലീഹയുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ യേശുവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കൂട്ടായ്മയെ അനുഗ്രഹിക്കണമേ. ഇന്ന് അതുപോലെ തന്നെ ഒരിക്കൽ കൂടി ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുള്ള തെറ്റുകൾ ഞങ്ങൾ ഏറ്റുപറയുകയാണ്. നമുക്ക് മനസ്സപ്പുറം ചൊല്ലാം.
ഒരിക്കൽ കൂടി നമ്മുടെ പ്രാർത്ഥനകളെല്ലാം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്നായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമം പൂജിതമാകണമേ, ഞങ്ങളുടെ രാജ്യം വരണമേ, ഞങ്ങളുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ടുന്ന ഈ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റിയെന്നോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ തന്നെ ഞങ്ങൾ ക്ഷമിക്കണേ. ഞങ്ങളെ പ്രവർത്തനപ്പെടുത്തരുമേ, ഞങ്ങളെ രക്ഷിക്കണേ. നമ്മുടെ അടുത്ത കൃപയും പിതാവാദിയത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എല്ലാവരും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.